അപ്പോൾ തുടങ്ങാമല്ലോ കൂട്ടുകാരെ. ഇന്ന് ബാൾട്ടി സിനിമ ഇറങ്ങി, തിയേറ്ററിൽ ഇറങ്ങി. മഴയായിരുന്നു, അതുകൊണ്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് സ്വസ്ഥമായി. ഇനി അതിപ്പോൾ മാത്രമല്ല, എനിക്ക് ഇതിൽ അഭിനയിച്ച ആൾക്കാരും ഇതിൻ്റെ ടെക്നിക്കൽ വർക്കുള്ള ആൾക്കാരൊക്കെ ഒന്നും എനിക്ക് വളരെ കൃത്യമായിട്ടൊന്നും അറിയില്ല. വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ പോയതാണ്. കഴിഞ്ഞ 2 സിനിമകൾ മോശമായപ്പോൾ മൂന്നാമത്തെ സിനിമയ്ക്ക് പോകാനായിട്ട് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഷൈൻ നിഗത്തിൻ്റെ 25ാമത്തെ മൂവിയാണ്. അയാൾ 25ാമത്തെ മൂവി നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നത് ഉണ്ണി ശിവലിംഗമാണ്. ഉണ്ണി ശിവലിംഗം അത്ര കേട്ടുപരിചയമില്ലാത്ത പേരാണ്. ഇത് കഥ നടക്കുന്നത് എന്ന് പറയുന്നത് ഒരു തമിഴ്നാട് പശ്ചാത്തലത്തിലാണ്. പാലക്കാട് ഡിസ്ട്രിക്റ്റിനോട് ആയതാണ്. അവിടുത്തെ ഒരു കബഡി കളിയായിട്ടാണ് നമ്മുടെ മുരളി ഗോപിയാണ് ഈ സിനിമ നരേറ്റ് ചെയ്ത് പോകുന്നത്. ഇനി സിനിമയിലേക്ക് വരാം. ഉദയൻ എന്ന ക്യാരക്ടറാണ് ഷൈൻ നിഗം എന്ന് അഭിനയിച്ചേക്കുന്നത്. ഉദയൻ എന്ന് പറയുന്നതാണ് അഭിനയിച്ചേക്കുന്നത്. ഷൈൻ നിഗം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല പ്രകടനം, നല്ല രസമായിട്ടുണ്ട്. സിനിമ നിങ്ങളെ ഒട്ടും ബോറടിപ്പിക്കില്ല, നല്ല രീതിയിലാണ് പറയുന്നത്. അതുപോലെ പ്രീതി അസ്നാനി എന്നതാണ് ഞാൻ വിക്കിപീഡിയ നോക്കിയപ്പോൾ, അതാണ് നായിക അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല, എന്നാലും ചെയ്ത റോള് ഭംഗിയായിട്ടുണ്ട്. പിന്നെ 2 സുഹൃത്തുക്കളുണ്ട് ഇവർക്ക്, കബഡിയാണല്ലോ. അപ്പോൾ ആ സുഹൃത്തുക്കളിൽ 2 മലയാളി നടന്മാരിൽ ഒരാൾ എന്ന് പറയുന്നത് ശാന്തിരാജ് ഭാഗ്യരാജ് ആണോ എന്നാണ് എനിക്കൊരു സംശയം എന്ന് പറയുന്നത്, ഒരു കൂട്ടുകാരൻ എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന കബഡി കളിയിൽ പിന്നെ 2 വില്ലന്മാരുടെ പക്ഷമായിട്ടായിരിക്കും പിന്നെ കബഡി കളി മാറുക. അതിൽ ഒന്നാമത്തെ വില്ലൻ എന്ന് പറയുന്നത് അൽഫോൺസ് പുത്രൻ, എന്തൊരു സോഡ അങ്ങനെ വെച്ചൊരു പേരായിട്ടുള്ള ഒരാളാണ്. എനിക്ക് ആളുടെ പ്രകടനം അത്ര വലിയ രസമായിട്ട് തോന്നിയിട്ടില്ല. നെക്സ്റ്റ് കെ സെൽവരാഘവൻ, നമ്മുടെ തമിഴ് ഇൻഡസ്ട്രിയിൽ തന്നെ നല്ലൊരു അറിയപ്പെടുന്ന ആക്ടറും ഡയറക്ടറും കൂടിയാണ്. അയാൾ ഭൈരവൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് അഭിനയിച്ചിരിക്കുന്നത്. നന്നായിട്ടുണ്ട് ആ കഥാപാത്രം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പൂർണിമ ഇന്ദ്രജിത്ത് ഒരു പ്രധാന റോളിൽ എത്തിയിട്ടുണ്ട്. നന്നായിട്ടുണ്ട് പൂർണിമ ഭൈരവ്. ഗീമ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര് എന്ന് പറയുന്നത്. നല്ല സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു. ഇനി ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ റൈറ്റർ എന്ന് പറയുന്നത് TD രാമകൃഷ്ണ എന്ന് പറയുന്നതാണ് ഒരു റൈറ്റർ. പിന്നെ വേറെ റൈറ്ററും കൂടി ഉണ്ട്. നെക്സ്റ്റ് എടുത്തു പറയേണ്ടത് നമ്മളുടെ മലയാളത്തിലേക്ക് നമ്മളുടെ സായ് അഭയ് ശങ്കർ, മറ്റേ കണ്ണമ്മേ എന്നെ കണ്ണാലെ കൊണ്ടുപോകുത് എന്നാലെ, ആ പാട്ടൊക്കെ ഇല്ലേ, അയാളുടെ ഫസ്റ്റത്തെ മലയാളത്തിലുള്ളതാണ്. സംഗീതം നല്ല രീതിയിലായിട്ടാണ് സംഗീതം വർക്ക് ചെയ്തേക്കുന്നത്. സൂപ്പർ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് DOP എന്ന് പറയുന്നത് അലക്സ് പുളിക്കലാണ് ചെയ്തേക്കുന്നത്. നല്ല കിടു വർക്കാണ് DOP ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് എഡിറ്റിങ്, നമ്മൾ ഒട്ടും ബോറടിപ്പിക്കാതെ എഡിറ്റ് ചെയ്തിപ്പിച്ചിരിക്കുന്ന ഈ വ്യക്തിയുടെ പേര് ദേവികുമാർ പണിക്കർ, രവി ദേവികുമാർ പണിക്കർ എന്നുമാണ്. ഇത് നല്ല രീതിയിലാണ് കറക്റ്റ് 2 സംതിങ്, നമുക്കറിയില്ല, 2:35 മണിക്കൂറോളം സിനിമയുണ്ട്. പക്ഷേ ആ സമയം നമുക്ക് ഒട്ടും ബോറടിപ്പിക്കാതെ കൊണ്ടുപോയിട്ടുള്ള ആളാണ് ഈ പറയുന്നത്. നെക്സ്റ്റ് ഇതിലെടുത്ത് പറയേണ്ടത് സ്റ്റണ്ട്. സൂപ്പറായിട്ടാണ് ഇതിൻ്റെ സ്റ്റണ്ട് ചെയ്തേക്കുന്നത്. ഇൻ്റർവെല്ലും ലാസ്റ്റ് ഒരു തെരുവിലൊരു ഇടിയുണ്ട്, നല്ലൊരു ഇടിയാണ്. ഞാൻ അപ്പോഴാണ് മൊബൈലിൽ നോക്കിയിരിക്കുന്നത് സ്റ്റണ്ട് ആരാണ് ചെയ്തേക്കുന്നത്. 2 പേരാണ്, ഈ സന്തോഷ് വിക്കി എന്ന് പറയുന്ന 2 സ്റ്റണ്ട് ചെയ്യുന്ന ആൾക്കാരാണ് ചെയ്തേക്കുന്നത്. വളരെ സൂപ്പറായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. എനിക്ക് ഒരുവിധം സ്പോർട്സ് സിനിമകൾ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ വിചാരിച്ചു ഇത് കബഡി, മറ്റേ വെണ്ണില കബഡി കൂട്ടൊക്കെ പോലെ കബഡി അങ്ങനെ പോകുന്നത്. പക്ഷെ കബഡിയല്ല ആ സിനിമയുടെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ സിനിമ. പിന്നെ ആലപ്പുഴ ജിങ്കാൻ അതുമായിട്ടൊക്കെ ഒന്നും ബന്ധപ്പെടുത്തരുത്. എന്തുകൊണ്ടും നല്ലൊരു സിനിമയാണ്. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണുക. എനിക്ക് ഇപ്പോൾ ഈ ഇറങ്ങിയ 3 സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നല്ല സിനിമയാണ്. നിങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് പോയാലും ഇഷ്ടപ്പെടും. ഞാൻ മാസ് 4K അറ്റ്മോസിലാണ് ഈ പടം കണ്ടത്. അപ്പോൾ എല്ലാവരും ഈ സിനിമ കാണുക, നല്ല രസമാണ്. എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഞാൻ നെഗറ്റീവ് പറയുന്ന ആളല്ല, നല്ല സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. സോ ഈ പറയുന്ന ബാൾട്ടി, ഇറ്റ്സ് എ 25th മൂവി ഓഫ് ഷൈൻ നിഗം. ഹീ ഈസ് എ ബെസ്റ്റ് വൺ. ഓക്കെ, താങ്ക് യു.